ഹാപ്പി ഓണം. ഇന്ന് തിരുവോണമാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. യെസ്, അപ്പോൾ 2024 ഞങ്ങളുടെ അത്തപ്പൂക്കളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇത് ഇന്നലെ രാത്രി സ്റ്റാർട്ട് ചെയ്തതാണ് അല്ലേ? ഇന്നലെ രാത്രി 9 മണിയോടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. രാവിലെ 5 മണിയായപ്പോഴാണ് ഇതിൻ്റെ ഒരു പരിപാടി അവർക്ക് കഴിഞ്ഞത്. സോ ഞങ്ങളിങ്ങനെ രാവിലെ തന്നെ എണീറ്റു. രാവിലത്തെ ഓണമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും കുക്കിങ്ങും ഇതൊരു വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ അത്തത്തിന് ആക്ച്വലി നമ്മൾ വരച്ചിട്ടില്ല. ഇത് വരയ്ക്കാനാണ് ഇത് നമ്മളൊരു ഊഹത്തിലും അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് ഈ അർത്ഥം ചെയ്തിരിക്കുന്നത്. പക്ഷെ രാവിലെ ആയപ്പോൾ തന്നെ പൂവൊക്കെ വാടിപ്പോയി. ഇന്നലെ രാത്രി വാങ്ങി വെച്ചതാണ്. ഇന്നലെ രാത്രി ഒരു 9 മണിയോളം പൂവൊക്കെ പിടിച്ച് ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്തതാണ്. രാവിലെ 5 മണി 5:30 6 മണിയായി ഞങ്ങൾ കിടക്കാൻ. എന്നിട്ട് ഞാൻ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എണീച്ച് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് സദ്യയ്ക്ക് അമ്മയ്ക്ക് ഹെൽപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നത്. സോ നമ്മൾ ഇങ്ങനെ ഊഞ്ഞാലിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓണത്തപ്പൻ വൃത്തിയമ്മ കണ്ടോ, ഓണത്തപ്പൻ വൃത്തിയമ്മയും നമ്മുടെ പിന്നെന്താ മാവിയും പിന്നെന്താ ഉരുള്, പിന്നെ അമ്മിക്കല്ല്, പിള്ളക്കല്ല്, ഉരുള്, ചിരവ, അങ്ങനെ എല്ലാ സാധനങ്ങളും രാവിലെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ അത്തപ്പൂ. ഭാഗ്യവശാൽ നല്ല ഭംഗിയിൽ തന്നെ വന്നു. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്താണ് തോന്നുന്നത് നല്ല ഭംഗിയിൽ തന്നെ വന്നല്ലേ? അതെ, ഞങ്ങൾ വിതൗട്ട് ലൈക്ക് ഒരു വരച്ചിട്ടൊന്നും അല്ല, ഔട്ട്ലൈൻ ഒന്നും ചെയ്യാണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതെ. സോ അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഉത്രാടം. ഞങ്ങളിപ്പം ഫാബ് ഇന്ത്യയിലാണുള്ളത്, ലുലു മോളിൽ. ഞങ്ങൾ കുറച്ച് ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങിന് വന്നതാണ് കേട്ടോ. അപ്പോൾ ശ്രുതി ലൈക്ക് അവിടെ കുറച്ച് അവൾക്കൊരു സൽവാർ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് പ്രിറ്റി മച്ച് ലൈക്ക് ഇതൊരു നല്ല ഭംഗിയുള്ള സൽവാർ ഇഷ്ടപ്പെട്ടു. വി യൂസ് ടു ലൈക്ക് ബൈ ഫ്രം ഫാബ് ഇന്ത്യ അല്ലെങ്കിൽ ജയ്പൂരിൽ നിന്നാണ് യൂഷ്വലി സൽവാർസൊക്കെ വാങ്ങാറ്. ബിക്കോസ് ഇവിടുത്തെ എനിക്ക് എൻ്റെ ഡിസൈൻസ് ഇവരുടെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ക്ലോത്തും ഭയങ്കര ഇഷ്ടമാണ്. സോ ഹാപ്പി ഉത്രാടം അഗൈൻ. നാളെ തിരുവോണമാണ്. അപ്പം അതിൻ്റെയും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് പൂവൊക്കെ മേടിക്കാനായിട്ട് പോകണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. സോ ഇഷ്ടപ്പെട്ടു, പക്ഷേ എനിക്കത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അതാണ് എനിക്ക്. പക്ഷേ അത് ഇഷ്ടമായി. നമ്മൾ എന്തായാലും അപ്പുറത്ത് ലൈക്ക് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നമ്മൾ എന്തായാലും ജയ്പൂരിലും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് സാരീസും കൂടെ നോക്കണം. സാരിയും കൂടെ നോക്കിയിട്ട് ഫിക്സ് ചെയ്യും. ഓക്കെ, സാരീസ് ഒക്കെ ഈ സെക്ഷനാണ് കേട്ടോ. സാരീസ് ഈ ഒരു സെക്ഷനാണ് സാരീസ്. ഇവിടെ കുറച്ച് റെഡിമെയ്ഡ് ബ്ലൗസസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ബ്ലൗസും കൂടെ നോക്കാനാണ് വന്നത്. ബിക്കോസ് ബ്ലൗസ് ഒന്നും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ഫാബിൻ്റെയിലാണ് ഞങ്ങളിപ്പം ജയ്പൂരിൽ പോകാമെന്ന് വിചാരിക്കുകയാണ്. ലെറ്റ്സ് സീ. ശ്രുതി അവിടെ ഇങ്ങനെ ഓരോന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. So that's a beautiful set as well. Like ഇവിടെ കുറേ ബ്യൂട്ടിഫുൾ ജ്വല്ലറി ഉണ്ട്. ലൈക്ക് ഞാൻ മോസ്റ്റ്ലി എൻ്റെ ജ്വല്ലറീസ് എല്ലാം ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, സിൽവർ ജ്വല്ലറീസ്. അത് നന്നായി ലാസ്റ്റ് ചെയ്യും, നല്ല ക്വാളിറ്റിയാണ്, നല്ല ഡിസൈൻസും ആണ് കേട്ടോ. ഇതൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള സാധനം. കുറേ ഇതേപോലത്തെ ഒത്തിരി ജ്വല്ലറി ഉണ്ട്. ഇതൊക്കെ കണ്ടോ, നല്ല ഭംഗിയുള്ള ജുംക്ക. സോ ഇപ്പോൾ ഈ കുറേ ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. ലൈക്ക് ലൈക്ക് ഇവരുടെ പീസസ്. പിന്നെ ഇങ്ങനത്തെ ജ്വല്ലറീസും ഉണ്ട്.
അപ്പോൾ നമ്മൾ നേരത്തെ ഫാബിൻ്റെയിൽ കണ്ട ആ ഒരു പിങ്ക് ഒന്നും കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. യെസ്, അപ്പം ഞാൻ ആക്ച്വലി നേരത്തെ കണ്ട ആ ഒരു പിങ്ക് കളർ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ പീപ്പിക്ക് ലൈക്ക് ഓണത്തിൻ്റെ ഡ്രസ്സ് എടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഫാബിൻ്റെയുടെ ആ ഡ്രസ്സ് എടുത്തു. സോ നമ്മളിപ്പോൾ ജയ്പൂരിലാണ്. എനിക്ക് ജയ്പൂരിൽ കണ്ട റെഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത് ട്രൈ ചെയ്ത് നോക്കും. പീപ്പിയുടെ ഈ ബ്ലൂ ആണ് എടുത്തത്. പക്ഷേ ഇത് 9,000 വേർത്താണെന്ന് എനിക്കറിയില്ല. ടോപ്പ് മാത്രം 6,000 ആൻഡ് പാൻസ് 3,000. അപ്പം അത് ഞാൻ ഇത് വേർത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതുകൊണ്ട് എടുക്കില്ലെന്ന് അറിയില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ടു, കളർ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് കൊള്ളാം. പക്ഷേ അത്രയ്ക്കില്ല. 9,000 അത് എന്താ ആക്ച്വലി 6,000 രണ്ടും സെറ്റാണെങ്കിൽ ഓക്കെ. സോ അതെ, നമുക്ക് ഇന്ന് ഒരുപാട് പരിപാടിയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളും വാങ്ങാനുണ്ട്. സോ കൺഫ്യൂസ്ഡ് ഗൈസ്. യെസ്, അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ജയ്പൂരിലാണ്. ജയ്പൂരിലിപ്പോൾ ഓണമായിട്ട് വലിയ കളക്ഷൻസ് ഒന്നുമില്ല. നോർമലി നല്ല കളക്ഷൻസ് ഉള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, അധികം കളക്ഷൻസ് ഒന്നും ഞാൻ കാണുന്നില്ല. സോ ഞാൻ ഇവിടെ വന്ന് നോക്കിയിട്ടാണ് ഞാൻ നേരത്തെ കണ്ട ഫാബിൻ്റെയുടെ പിങ്ക് കളർ എടുത്തത്. പിങ്ക് കളർ എടുത്തത്. എനിവേയ്സ് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് പരിപാടികളുണ്ട്. നമുക്ക് ചാലുകളിൽ പോകണം, ഫ്ലവേഴ്സ് വാങ്ങണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. സോ എന്തായാലും ബാക്കി വിശേഷങ്ങൾ പോയിട്ട് കാണാം, അല്ലേ, വരുന്നതായിരിക്കും. ചേട്ടത് എത്രയാ ഒരു മുഴ? വന്നിട്ടുണ്ട്. കുറച്ച് പൂവ് വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം അധികം വലിയ പൂക്കളൊന്നും അല്ല, ഒരു ചെറിയ പൂക്കളായിരിക്കും ഇടുന്നത് മോസ്റ്റ്ലി. പക്ഷെ നമ്മളെപ്പോഴും ചെറുതിടും ഇതിൽ പറഞ്ഞിട്ട് ദിവസം വലുതായിരുന്നു. നമ്മൾ അവിടെ ചാലേ മാർക്കറ്റിൽ പോയപ്പോൾ വിഷ്വൽസ് നമുക്ക് അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് നിങ്ങൾക്ക് അറിയാം അവിടെ എത്ര തിരക്കുണ്ട് എന്നൊക്കെ. അപ്പോൾ നമ്മളെല്ലാം പൂക്കളൊക്കെ നമ്മൾ കുറേ അധികം വാങ്ങിയിട്ടുണ്ട്. അത് കുറേ അല്ല, സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച്. പക്ഷേ അവരിങ്ങനെ മിക്സ് ചെയ്ത് തരുമ്പോൾ ഭയങ്കര പാടതിനെ മാറ്റിയെടുക്കാനൊക്കെ. ഇതിൻ്റെ ഇടയിൽ തന്നെ എന്തോരം വൈറ്റൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഇനി മാറ്റി. വൈറ്റാണോ യെല്ലോ ആണോ? അത് രണ്ടിലും പെടാത്തൊരു ടൈപ്പ് ഫ്ലവറാണ് ഇത്. യെസ്, ഇതിനിടയിൽ കണ്ടോ, ഇതിൻ്റെ ഇടയിൽ വൈറ്റും ഉണ്ട്. ഇത് ഇനി വാങ്ങുമ്പോഴത്തേക്കും സെപ്പറേറ്റ് ചെയ്ത് ഇനി ഏറ്റവും നല്ല ഭംഗിയുള്ള പൂവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂ. ഇതിൻ്റെ കളറൊക്കെ ഭയങ്കര വൈബ്രൻറ്റ് കളർ. സോ ഇപ്പോൾ നമ്മളിപ്പോൾ ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഓണവും ഇപ്പം അത്തമൊക്കെ നമ്മൾ ഇടാറുണ്ട്. ആൻഡ് ഈ തവണത്തെ ഓണം ആക്ച്വലി ഞങ്ങൾ നാട്ടിൽ വരുമെന്ന് പ്ലാൻ ചെയ്തതല്ല. പക്ഷേ അതെ, ലാസ്റ്റ് മിനിറ്റ് ഓണം എപ്പോഴും വീട്ടുകാരോട് തന്നെ ആഘോഷിക്കണമെന്ന്. അതെ, അതായത് റിപ്പീറ്റഡ്ലി പറയാണ്, കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്യണം.
കുട്ടികളെ കൊണ്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഇതൊക്കെ ഭയങ്കര ഫണ്ണായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഒത്തിരി ആൾക്കാരുണ്ടെങ്കിൽ, ഫാമിലിയിൽ ഒരുപാട് ആൾക്കാർ നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ സ്കൂൾ ടൈമിലൊക്കെ നമ്മളിത് എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, കുട്ടികളെല്ലാവരും അല്ലേ എൻജോയ് ചെയ്യാം. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അത് കുട്ടികൾക്ക് നമ്മൾ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ കൊടുക്കുക. ശരിയാണ് കേട്ടോ. നമ്മൾ ചില കാര്യങ്ങൾ സ്കൂൾ ടൈം മെമ്മറീസ് ഭയങ്കരമായിട്ട് ആ സമയത്തേ പറ്റുള്ളൂ. അപ്പം അതുപോലെയാണ് ഈ ചൈൽഡ്ഹുഡിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അപ്പോഴേ പറ്റുള്ളൂ. അപ്പോൾ അപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കണം. ഈ ജോബൊക്കെ പൂക്കളൊക്കെ വാങ്ങി കുട്ടികൾക്ക്. പിന്നെ പണ്ടൊക്കെ ആക്ച്വലി പൂക്കൾ, ഞാൻ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്, അതൊക്കെ പൂക്കൾ ഇങ്ങനെ കടയിൽ പോയി വാങ്ങാറില്ല. അതെ, അടുത്തുനിന്നൊക്കെ. പിന്നെ വീട്ടിൽ തന്നെ കുറേ പൂക്കൾ ഉണ്ടാവും. പിന്നെ അപ്പുറത്തെ വീട്ടിൽ ഇപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ പറിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ പൂക്കളില്ല, പൂക്കളില്ല. എല്ലായിടത്തും ബൗണ്ടറീസ് ഉണ്ട്. പിന്നെ പൂക്കളൊന്നും ഇപ്പം അധികം പഴയ പോലെ എല്ലായിടത്തും പറിച്ചെടുക്കാനും പറ്റും. പക്ഷെ അങ്ങനെ പൂക്കൾ ഇടുന്നതിന് ഒരു പ്രത്യേക ഭംഗിയാട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അടുത്തുള്ള വീട്ടിൽ നിന്ന് ഇലയൊക്കെ വെച്ചിട്ട് പൂക്കൾ ഇടുന്നതിന് ഒരു വേറൊരു ഭംഗി. യെസ്. ഇനി ഏതെങ്കിലും ഒരു തവണ നമുക്ക് അങ്ങനെ ഒരു പൂക്കൾ, അങ്ങനെയാണെങ്കിൽ പൂക്കളായിരിക്കത്തില്ല, ഇലക്കളമായിരിക്കും അത്. അതുകൂടെ പൂ കുറവാണ് ഈ ഏരിയയിൽ. പൊതുവേ ഈ മരങ്ങളും വേറെ വല്ല ചെടികളും ആയിരിക്കും. അതെ, കൂടുതലും ഗ്രീൻ കളർ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് കൂടുതലും ഉള്ളത്. പിന്നെ ഈ പൂക്കളം ഇടാൻ ഒരു ആചാരമൊക്കെ ഉണ്ട്. ഇങ്ങനെ 10 കളമാണ് വേണ്ടത്. അപ്പം പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ ചെയ്യുമായിരുന്നു. 10 റൗണ്ട്സ് വേണം. നമ്മൾ ഏത് ഡിസൈൻ ഇട്ടാലും 10 റൗണ്ട്സ് വേണം. അതേപോലെ പൂക്കളം ഇടുന്നതിന് മുമ്പ് നമ്മൾ ആ അത്തപ്പൂ ഇടുന്ന പ്ലേസ് നല്ലോണം ക്ലീൻ ചെയ്ത് ചാണകം വെച്ചിട്ട് ഇങ്ങനെ ഇതൊക്കെ ചെയ്തിട്ടാണ് അത്തപ്പൂ പണ്ട് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെയൊന്നും ഇപ്പം നമ്മൾക്ക് വീട്ടിൽ ചാണകം വെച്ച് മെഴുകാനൊന്നും പറ്റില്ല. ഉള്ളത് കൊണ്ട് ഓണം പോയി. അത് ഇതിനെ ഉദ്ദേശിച്ചാണ് അങ്ങനെ പറയുന്നത്. കുറേ കാര്യങ്ങൾ, കുറേ പൂക്കളെല്ലാം ഇപ്പോഴേ ഇതായിപ്പോയി. ഇനി ഇതിൻ്റെ വലിയൊരു ജോബ് എന്ന് പറയുന്നത് ഇത് പിച്ചി ചെറുതാക്കുന്നതാണ്. സോ ഞാൻ ന്യൂസ് പേപ്പർ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഇത് ഭയങ്കര പണി കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, നല്ല പണിയുണ്ട്. ഇതിപ്പോൾ തീരുന്ന എനിക്ക് അറിയില്ല. ഫുള്ളായിട്ട് നമ്മൾ പ്ലേ ചെയ്യത്തില്ല. ഇനി ബാക്കിയൊക്കെ ഇതായിരിക്കും. നമ്മളിവിടെ ഇരുന്നല്ല ഇടുന്നത്, നമ്മൾ ടി വി കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇടുന്നത്. പക്ഷേ വോയിസിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് ഇവിടെ ഏഷ്യാനെറ്റിൽ ആവേശം മൂവി നടക്കുവാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവിയാണ് കേട്ടോ ആവേശം. സോ സ്റ്റിൽ ഞാൻ സൗണ്ടൊക്കെ കുറച്ച് വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. അല്ലേ, നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. നമ്മളതിൻ്റെ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മളിപ്പോൾ വാങ്ങിയിട്ടൊന്നുമില്ല. കാരണം നമ്മളിതിൻ്റെ ടെക്നിക് വശങ്ങൾ പഠിച്ചു തരുന്നതേ ഉള്ളൂ അല്ലേ ബിസി? യെസ്. സോ അതുകൊണ്ട് നമുക്ക് എഡിറ്റിംഗ് പോലും അറിയില്ല. അതെ, അപ്പം നമുക്കിഷ്ടമുള്ള രീതിയിൽ എഡിറ്റ് ചെയ്തില്ല. ഇലയും പൂക്കളമൊക്കെ ഇട്ടില്ലെങ്കിൽ രാത്രി ഇട്ട അത്തമാണ് നമ്മുടെ തൃക്കാക്കരപ്പനും പിന്നെ എല്ലാം വെച്ചിട്ട്. സോ ഇന്നലെ രാത്രി ഒരു 9 മണിയോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു പൂപ്പിച്ചാൻ. പക്ഷെ അത് ഇത്രയും ഡെയിലി എടുക്കില്ലെന്ന് വിചാരിച്ചത്. രാത്രി ഏർലി മോർണിംഗ് ഒരു 5 ഒക്കെ ആയപ്പോഴാണ് ഇതൊന്ന് തീർന്നത്. സോ ഇതാണ് നമ്മുടെ വീട്ടിലെ 2024 ഓണം പൂക്കളം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ അറ്റാറൊക്കെ എങ്ങനെയുണ്ട്? ഓണത്തിൻ്റെ ഏറ്റവും ഒരു എന്താ പറയുക ഭയങ്കര രസകരമായിട്ടുള്ള ഒരു വൺ ഓഫ് ദി
രസകരമായിട്ടുള്ളൊരു പാർട്ട് എന്ന് പറയുന്നത് ലേഡീസിനും ജെൻസിനും ഒക്കെ ഇങ്ങനെ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് ലൈക്ക് സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഒരുങ്ങാന്നുള്ളതാണ്. യെസ് അല്ലേ, അതൊരു നമ്മളത് മിസ് ചെയ്യാറേയില്ല. എല്ലാ തവണയും എത്ര ഭംഗിയായിട്ട് ഒരുങ്ങാൻ പറ്റും അത്രയും ഭംഗിയായിട്ട് ഒരുങ്ങാറുണ്ട്. സോ ഇപ്രാവശ്യം പ്ലാൻഡ് അല്ലായിരുന്നു, ഞാൻ സാരി കൊടുക്കണമെന്നൊന്നും വിചാരിച്ചതല്ല. പക്ഷെ ലാസ്റ്റ് എല്ലാവരും സാരി കൊടുക്കാൻ ഞാൻ സാരി കൊടുക്കണം. ആൻഡ് അങ്ങനെയാണ് ഈ ഒരു കൊല്ലത്തിലെത്തിയത്. സോ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇപ്പം ടൈം ആക്ച്വലി 12 o'clock ആയി. അപ്പം ഫുഡൊക്കെ രാവിലെ തന്നെ റെഡിയായി. പിന്നെ എൻ്റെ ഒരു സ്പെഷ്യൽ കറിയുണ്ട്, പിന്നെ മധുര പച്ചടി. യെസ്, ഇഞ്ചിക്കറിയും ശ്രുതിൻ്റെ ആണ് അല്ലേ? റെസിപ്പി ഉണ്ടതാണ്, പക്ഷെ അമ്മയാണ് ഉണ്ടാക്കിയത്. സോ മധുര പച്ചടിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇഞ്ചിക്കറിയിൽ കുറെ ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ മധുര പച്ചടി ഞാനാണ് ഉണ്ടാക്കിയത്. പക്ഷെ ഇത് നമ്മൾ ഓണത്തിന് വെക്കുന്നത് കൊണ്ട് നമുക്ക് അതിന് മുമ്പ് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതെങ്ങനെ ഇരിക്കുമെന്ന് ഒരു ക്യൂരിയോസിറ്റി കഴിക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയൊക്കെ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ലുക്കാണ്. നമ്മുടെ അപ്തം എങ്ങനെ ഉണ്ടാകുന്നു ഗൈസ്, കമന്റ് ബിലോ. പിന്നെ അതേപോലെ ഭയങ്കര ഹ്യൂജ് താങ്ക്സ് ടു അവർ പാത്തു. കാരണം പാത്തു ആണ് നമ്മളെ ഇന്നലെ ഹെൽപ്പ് ചെയ്തത്. പാത്തുകുട്ടിയും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. യെസ്, അപ്പോൾ അതുകൊണ്ട് പാത്തു വീഡിയോയില് വരുന്നില്ല. പാത്തു വീഡിയോയില് ഉണ്ട്, പക്ഷെ പാത്തു ക്യാമറ ഷേ. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടെയാണ് ഇന്നലെ ഫുൾ കാര്യങ്ങളും ചെയ്തത്. 5 മണി വരെ അതിന്റെ കാര്യങ്ങളൊക്കെ മാക്സിമം അത് നമ്മൾ നേരത്തെ ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് ലൈക്ക് പറ്റിയില്ല. കാരണം നമ്മൾ ആ ഒരു ഗ്രേഡിയന്റ് ശ്രുതിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഇത്തവണ ഗ്രേഡിയന്റ് അല്ലേ, നമുക്ക് പറ്റുന്ന രീതിയിൽ ആ ഒരു ഗ്രേഡിയന്റ് ട്രൈ ചെയ്യണം കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്ര ചെയ്തു. അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇടുമ്പോ എനിക്ക് കുറച്ച് ഇങ്ങനെ ചെറിയ തപ്പു പോലെ വേണമെന്നാണ്. പക്ഷേ എവറി ടൈം അതിങ്ങനെ വലുതായി വരും. ഇട്ടിട്ട് വരുമ്പോഴത്തേക്കും അത് കുറച്ചിങ്ങനെ ബിഗറായിട്ട് വരും. പക്ഷെ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്രയും ഫ്ലവേഴ്സ് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു. നമ്മൾ കംപ്ലീറ്റും ഫിനിഷ് ചെയ്തു. നമ്മുടെ സദ്യ വിളമ്പുന്നതിൻ്റെ ഒച്ചയും ബഹളമൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. സദ്യ കാണിച്ചു. സദ്യയിൽ എൻ്റെ ഫേവറേറ്റ് സാധനം എന്ന് പറയുന്നത് ഈ ബോളിയാണ്. അത് ട്രിവാൻഡ്രംകാരുടെ ഒരു സ്പെഷ്യൽ ആണല്ലേ. വേറെ ജില്ലകളിലൊന്നും ബോളി ഇല്ല. നമ്മുടെ ട്രിവാൻഡ്രം സ്വകാര്യ അഹങ്കാരം. അതെ, നമ്മുടെ സ്വകാര്യ അഹങ്കാരമാണ് ഈ ബോളിയും. ഇത് സേമിയത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നത് അടിപൊളിയാണ്. എന്നാലേ നമ്മുടെ ഒരു സദ്യ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, സദ്യ കഴിക്കാൻ പോവാണ്. ഇനി ഇത് നോക്കി വെള്ളം ഇറക്കാനായിട്ട് എനിക്കറിയില്ല. കഴിച്ചിട്ട് വരാം. ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എപ്പോഴും സദ്യക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഈ ചിപ്സ്, എനിക്ക് പഴുത്ത ചിപ്സിൻ്റെ ഫ്രൈ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ശ്രദ്ധിക്കാം, ചിപ്സിന്റെ ഫ്രൈ. റെഡ് കളറാണ് എനിക്കിഷ്ടം. ഇതാണ്, അത് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പൂവ് അതൊക്കെ വാങ്ങാൻ പറ്റുമ്പോഴത്തേക്ക് അത് വിട്ടുപോയി. ഈ ചിപ്സ് പിന്നെ ഓൾറെഡി എപ്പോഴും അമ്മ വാങ്ങാറുള്ളതാണ്. സോ അത് കുട്ടി ജലേബി. ഇത് എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് എനിക്ക് എടുത്തല്ല. ബട്ട് ഐ ഫീൽ ലൈക്ക് ഇതൊക്കെ എടുത്ത് ആദ്യം കഴിക്കാൻ തോന്നുന്നു എനിക്ക്. എല്ലാവരും എന്നെ കണ്ടെടുക്കുന്നു. സോ കഴിച്ചിട്ട് വരാം. സോ സദ്യയൊക്കെ നല്ല ഗംഭീരമായിട്ട് കഴിച്ചു. ഇനി അടുത്ത പരിപാടി എന്താ ബേബി? കുറച്ചൊരു മയക്കം അനിവാര്യമാണ്. കാരണം നമ്മുടെ സദ്യ അതിഗംഭീരമായിരുന്നു. പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, രസം, മോര് ഒക്കെ കൂട്ടി പിന്നെ പായസം ഒക്കെ ആയിട്ട് നമുക്ക് ചെറിയൊരു മയക്കം കുറച്ച് ആവശ്യമാണ്. കാരണം ഇന്നലെ രാത്രി നമ്മൾ പറഞ്ഞതുപോലെ വളരെ കുറച്ച് സമയമാണ് ഞങ്ങൾ ഉറങ്ങിയത്. 2 മണിക്കൂർ രാത്രി നമ്മൾ ഉറങ്ങിയിട്ടില്ല, പകൽ ഏർലി മോർണിംഗ് ആണ് ഞങ്ങൾ ഒന്ന് കിടന്നത്. ഒരു 2 hours നാപ്പ്, ഒരു 2.5 hours അല്ലേ, അത്രയും നമുക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് തിരുവോണ പുലരി. അപ്പം അത് രാവിലെ എണീറ്റ് നമ്മുടെ ഒരു രസമാണ് വീട്ടിൽ കുക്കിംഗ്, അതിൻ്റെ ഇത്, പിന്നെ ഓണത്തപ്പനെ റെഡിയാക്കുക. അപ്പം അച്ചു, ആ ഓണത്തപ്പനെ ഒരുക്കിയ പ്രൊസീജിയർ ഒന്ന് പറയോ? ഓണത്തപ്പനെ ഒരുക്കാന്ന് വെച്ചാൽ എനിക്കും ഇതിൻ്റെ കറക്റ്റ് ഐതിഹ്യം അറിയില്ല. സോ പക്ഷേ ഞാൻ എപ്പോഴും ഈ ഓണത്തപ്പൻ ലൈക്ക് നമ്മളിപ്പം എപ്പോഴും വെക്കുന്ന ഒരാൾക്കാരല്ലായിരുന്നു ഓണത്തപ്പൻ.
ഞങ്ങൾക്കിത് വെക്കണം എന്നുള്ളൊരാഗ്രഹം വന്നപ്പോൾ ഞങ്ങളന്ന് ജസ്റ്റ് റിസർച്ച് ചെയ്തിട്ടാണ് ഓണത്തപ്പനെ വെച്ചത്. പക്ഷെ ഇന്ന് അത് ഒരുക്കുന്നതിന് ഒരു ചെറിയ രീതികളുണ്ട്. ഞാൻ അതാണ് അത് ആ മെയിൻ ലൈക്ക് പൊക്കമുള്ളത് ഓണത്തപ്പൻ, പിന്നെ അതിന്റെ ചെറുത്, പിന്നെ അത് അല്ല അരിപ്പൊടിയൊക്കെ വെച്ചിട്ടേ അരിപ്പൊടി ലൈക്ക് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് അത് വാട്ടർ കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഒഴിക്കുന്നുണ്ട്. സോ പിന്നെ രാവിലെ ഏർലി മോർണിംഗ് കോലമൊക്കെ വരച്ച്, കോലമല്ല ലൈക്ക് നമ്മളെ ഒരു കോലം പോലെ ഒരു സംഭവം കേട്ടോ, അതെനിക്ക് കറക്റ്റ് എന്താണെന്ന് അറിയില്ല. സോ അതൊക്കെ ചെയ്തിട്ട് അതിന്റെ മുകളിലാണ് ഇത് വെക്കുന്നത്. അരിപ്പൊടി നമ്മൾ ആ ഇതിൽ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അരിപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതാണ് നമ്മളതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് തുളസിക്കതിരും പിന്നെ പൂക്കളൊക്കെ നമുക്ക് അത് അലങ്കരിക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഭയങ്കര ഫേമസ് പൂ ഉണ്ടല്ലോ നമ്മുടെ തുമ്പപ്പൂവാണ്. നമുക്ക് തുമ്പപ്പൂ നമുക്ക് ഇവിടെ കിട്ടില്ല. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോ ട്രിവാൻഡ്രത്ത് ഈ സാധനം ഞാൻ ആക്ച്വലി വാങ്ങുന്നത് നമ്മുടെ തൃപ്പൂണിത്തറയിലാണ്. ഒത്തന്റിക് നമ്മുടെ തൃപ്പൂണിത്തറയിൽ ഉണ്ടാക്കുന്ന സാധനമാണ് ഞാൻ വാങ്ങിയത്. ആൻഡ് ഇതേ സെയിം സാധനം ഞാനിവിടെ ട്രിവാൻഡ്രത്ത് നമ്മുടെ ചാലൈ മാർക്കറ്റിൽ പൂ വാങ്ങാൻ പോയപ്പോൾ ഇതുപോലത്തെ ഒന്നും അല്ല, ഒട്ടും ഭംഗിയില്ലാത്തതാണ് ഞാൻ കണ്ടത്. ആൻഡ് എനിക്ക് ഈ സെറ്റ് കിട്ടിയത് ഒരു 250-ക്കാണ്. അവിടെ ഈ 3 ഓണത്തപ്പൻ മാത്രം അവർ വിൽക്കുന്നത് 250-ക്കാണ്. അതെ. സോ ഭയങ്കര ഒരു മീൻസ് റേറ്റിന്റെ ഒരു ഡിഫറൻസ് ആണ്. സോ ഈ ഒരു ഓണത്തപ്പൻ അത് 3 മാത്രമേ ഉള്ളൂ. മറ്റേ ഈ ഓണത്തപ്പനും അമ്മയും അരകല്ല്, മറ്റേ പിള്ളക്കല്ലും ചിരവയും എല്ലാം ഉണ്ട്. സോ അത് നമുക്ക് 250-ക്കാണ് കിട്ടി. അപ്പൊ ആ റേറ്റിന്റെ മാവേലി ഉണ്ട്. ഭയങ്കര മാവേലി പക്ഷെ ഞാൻ എക്സ്ട്രാ വാങ്ങിയതാണ്. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തതുകൊണ്ട് ഞാനൊരു മാവേലി നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഈ ഇത്രയും റേറ്റിന്റെ ഒരു ഇതുണ്ട്. പിന്നെ ട്രിവാൻഡ്രത്ത് അധികം ആൾക്കാർ ഈ ഓണത്തപ്പൻ ഞാൻ വെക്കുന്നത് കണ്ടിട്ടില്ല. സോ നമ്മുടെ പുതിയ ജനറേഷൻ ആക്ച്വലി ഈസ് വെരി ഗുഡ്. നമ്മളാണ് ഇപ്പം പൂക്കളം ഇടാനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുന്നു അല്ലേ? നമ്മള് എല്ലാം സെലിബ്രേറ്റ് ചെയ്യാന്നുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാറുണ്ട്. അതെ, പുതിയ ആൾക്കാർ. അതെ. ഇവൻ ദോ നമുക്ക് ചില കാര്യങ്ങൾ പഴയ കാര്യങ്ങൾ അറിയില്ലെങ്കിലും, സോ അതുകൊണ്ട് ഐ എം ടെല്ലിങ് യു, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ലൈക്ക് ഇതൊക്കെ നിങ്ങൾ ചെയ്യിപ്പിക്കുക. ലൈക്ക് അവരുടെ ചൈൽഡ്ഹുഡ് മെമ്മറബിൾ ആക്കുക. അവരെ കൊണ്ട് ഈ പൂക്കളം ഇടിയിപ്പിക്കുക. ഇറ്റ്സ് വെരി ക്യൂട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് അതിന്റെ ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ ഇപ്പൊ ആൾക്കാർ മറന്നു പോകുന്ന കാര്യങ്ങളാണ്. പല കാര്യങ്ങളും പണ്ട് പോലത്തെ അല്ല നമ്മളിപ്പോ ചെയ്തു. ഫോർ എക്സാമ്പിൾ നമുക്ക് പോലും ഓണത്തപ്പൻ മേടിച്ചിട്ട് വി ഹാവ് ടു റിസർച്ച് ലൈക്ക് എന്താണ് അതിന്റെ ഐതിഹ്യം മറന്നുപോയി. അപ്പൊ ആ ഐതിഹ്യം, അതുപോലെ തന്നെ ഇതെന്തിനാണ് വെക്കുന്നത്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഇതിനകത്ത് വേറെ കുറെ കാര്യങ്ങളുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പം ഇത് ഞാൻ പറഞ്ഞത് മാത്രമല്ല കേട്ടോ, ഞാൻ ഇതിന്റെ എനിക്ക് അറിയാന്നുള്ള ചെറിയ പാർട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ചെയ്തത് പറഞ്ഞു. സോ അപ്പൊ അതൊക്കെ നിങ്ങളും ഫോളോ ചെയ്ത് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. അതെ. സോ എന്തായാലും ഈ വർഷത്തെ ഓണം കഴിഞ്ഞ് ഇനി അടുത്ത ഒരു വർഷത്തെ ഓണത്തിന് വേണ്ടിയിട്ടാണ് ഇനിയുള്ള വെയിറ്റിംഗ്. സോ എന്തായാലും ഈ വർഷം നമ്മൾ വിചാരിച്ച പോലെ ഫാമിലിയുടെ കൂടെ തന്നെ ആഘോഷിക്കാൻ പറ്റി. എല്ലാ തവണയും നമ്മൾ ഫാമിലിയുടെ കൂടെ ആഘോഷിക്കണമെന്ന് പറ്റണമെന്നില്ല. അതെ. സോ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ നിങ്ങൾ ഫാമിലിയുടെ കൂടെ തന്നെ ആഘോഷിക്കാൻ ട്രൈ ചെയ്യുക. അതെ, കുറച്ച് നിങ്ങൾക്ക് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യണ്ടേ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മൈൻഡ് വെക്കാണ്ട് അതിനൊരു എഫേർട്ട് എടുത്ത് ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് ഈ ഫെസ്റ്റിവൽസ് ഒക്കെ കുറച്ചും കൂടെ മെമ്മറബിൾ ആക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം ഉറപ്പായിട്ടും. ഇപ്പം തന്നെ നമ്മൾ വയനാട്ടിലേക്ക് ഇൻസിഡൻ്റ് ഒക്കെ നമുക്ക് ഒരു അല്ലേ ഭയങ്കര ഒരു അങ്ങനത്തെ ഇപ്പം എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ സോ അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അപ്പം എപ്പോഴും നമുക്ക് നമ്മുടെ ഫാമിലി, നമ്മുടെ ലവ്ഡ് വൺസിൻ്റെ കൂടെ എന്ത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുമ്പോൾ ചെയ്യാം. സോ ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ കാത്തിരിക്കുക. Until then, bye.